ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അച്ചാറുകൾ. അപ്പോൾ പലതരം അച്ചാറുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ട് തക്കാളി വെച്ചിട്ടുള്ള അച്ചാർ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. തക്കാളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 5 തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിവിടെ തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അച്ചാറായതുകൊണ്ടാണ് നല്ലെണ്ണ യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഈ തക്കാളി നന്നായി കുക്കായിട്ട് മേശയായി വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി അവിടെ കുക്കായി വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം. ഇനി ഇതിലേക്കൊരു മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കടുകും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല റോസ്റ്റ് ആയിട്ടുള്ള മണം വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നിങ്ങൾ പൊടിച്ചെടുക്കണം. ഇതൊന്നും നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, തക്കാളി നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ വറ്റി അത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് പുളി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. പുളിയും തക്കാളിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കിട്ടുന്നത് വരെ ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 2 സെക്കൻഡ് അടച്ചു വെച്ച് വേവിച്ചു. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എടുത്ത മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയായാലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കിയെടുക്കുക. തക്കാളിയിലെ പൊടികൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ഇപ്പോൾ നോക്കൂ, നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ആ തക്കാളിയിലെ വെള്ളം എല്ലാം പറ്റി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ പേസ്റ്റാക്കി എടുക്കുകയാണ്. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതുപോലെ. ഇനി ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അച്ചാറായതുകൊണ്ട് തന്നെ കുറച്ചധികം നല്ലെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒഴിക്കുന്നതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചേർക്കാവുന്നതാണ്. എണ്ണ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണോളം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും കടുകും നല്ല ജീരകം നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി, കറിവേപ്പിലയും പച്ചമുളകും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി നിങ്ങൾക്ക് ഒരുപാട് ചേർക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയായിട്ട് ചേർത്ത് കൊടുത്ത കാരണമാണ് ഈ ഒരു ടൈമിൽ ചേർക്കുന്നത്. നിങ്ങൾ കട്ടക്കായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉലുവയും കടുകും പൊടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഉലുവയും കടുകും കൂടി പൊടിച്ചെടുത്ത പൊടി ഞാനൊരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലെണ്ണയിൽ കിടന്ന് തക്കാളി പേസ്റ്റും മസാലക്കൂട്ടും നന്നായിട്ട് വഴന്ന് എണ്ണ തെളിയുന്നത് വരെയാണ് നമ്മൾ അച്ചാർ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോഴേക്കും എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് മുകളിൽ വരും.
ഇപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കുക, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. തക്കാളി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പഞ്ചസാര ഇടുമ്പോഴാണ് ആ കറക്റ്റ് അച്ചാറിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അച്ചാറിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിലും വ്യത്യസ്തമായ രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ അച്ചാർ നിങ്ങൾക്ക് ഇഡ്ലിയുടെയും ദോശയുടെയും ഒക്കെ കൂടി ഒരു ചട്നി ആയിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ അച്ചാർ 2-3 ആഴ്ച പുറത്ത് ഇരുന്നാൽ പോലും നാശാവില്ല. വെള്ളമൊന്നും നനയാതെ സൂക്ഷിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള പുതുപുത്ത റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.